വരൂ അച്ഛാ. ഇരിക്കും. ആ ആ ഇതിപ്പോ വീട് വാങ്ങിയതാ, പക്ഷെ ഇടപാടൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാരാ? ഇതെൻ്റെ സുഹൃത്താ, സുദേവ്. സാർ ജ്യൂസ് കുടിക്കും. ആ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചിയാ. ചേച്ചി, എന്താ മഹേന്ദ്രൻ സാറേ, സുഖം തന്നെയല്ലേ? അബി, അവനെ വിളിക്കണ്ട, അവൻ എൻ്റെ അനിയനാ. തൻ്റെ മകളും ഇവനും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാനല്ലേ താനിവിടെ വന്നത്? അത് നടക്കും, പക്ഷേ അത് കാണാൻ താനുണ്ടാവില്ലല്ലോ. അപ്പൊ പണിയായിരുന്നു അല്ലേ മക്കളെ? പിന്നെ താനെന്ത് വിചാരിച്ചു? തന്നെ ചുമ്മാ ഇവിടെ വന്നോ? തന്നെ വേണമെങ്കിൽ എനിക്ക് അന്നേ തീർക്കാമായിരുന്നു. ആ രാത്രി ഞാനത് ചെയ്യാതിരുന്നത് ഇതാ ഈ പയ്യന് വേണ്ടിയാ. നിന്റെ ഉപയോഗം കഴിഞ്ഞ് നീ കൊന്നു തള്ളിയത് എൻ്റെ ഏട്ടനെ. നിങ്ങളുടെ സ്വന്തം പ്രതാപനെയും തീർത്തത് ഈ ഞാനാണ്. കമ്മീഷണർ സാജൻ ജോസഫിന്റെ മരണത്തിന് പിന്നിൽ തെളിവ് നശിപ്പിക്കാൻ താൻ അയച്ചവനെ പ്രതാപം കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളിയില്ലേ? അതിനു പകരമായി അവനെയും ഞാൻ കൊന്നു തള്ളി. ഇപ്പോ താനും മരിക്കാൻ പോവാ. അതിനു വേണ്ട മരുന്ന് താൻ കുടിച്ചു കഴിഞ്ഞു. തനിക്കിപ്പോ തന്നെ തന്നെ രക്ഷിക്കാൻ ഞാൻ 10 മിനിറ്റ് സമയം തരാം. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി സമാധാനിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും രശ്മി? ബി പ്രാക്ടിക്കൽ. അബിക്കറിയാഞ്ഞിട്ടാ, അച്ഛന് ഞാനെന്ന് വെച്ച ജീവനാ. കുറഞ്ഞ സമയം കൊണ്ട് അച്ഛൻ ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ട്. അതിന് ചിലപ്പോൾ പല കാരണങ്ങളും കാണും. പക്ഷെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴാണ്. അതെല്ലാം ശരിയാവും. എല്ലാം പെട്ടെന്നുണ്ടായ ഷോക്കിൻ്റെ ആവും. പ്രതാപേട്ടനെയും അച്ഛനെയും ആരൊക്കെയോ കരുതിക്കുട്ടി ചെയ്തതാണെന്നാണ് അമ്മ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ പുറകെ പോകാൻ പറ്റൂ? പോയാൽ തന്നെ എല്ലാ തെളിവുകളും അവർ നശിപ്പിച്ച് കാണും. നമ്മുടെ വിവാഹം അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അതിനെന്താ, അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും. നീയാണ് എനിക്കിപ്പോൾ എല്ലാം. നീ എന്നെ തനിച്ചാക്കി പോയാൽ? ഇല്ല, അങ്ങനെ എനിക്ക് പോകേണ്ടി വന്നാൽ ഒരിക്കൽ നിൻ്റെ മുന്നിൽ വരാൻ കഴിയാത്തിടത്തേക്ക് ഞാൻ പോയിരിക്കും. അബി, ആ ശങ്കരേട്ടാ. ആ ചേച്ചിയില്ലേ? അകത്തുണ്ട്, ഒരേ ഇരിപ്പാ. മോനിപ്പോ വിളിച്ചാ? ഇല്ല, എനിക്ക് രശ്മിയൊന്ന് കാണണം.
നാളെ ക്ഷേത്രത്തിൽ വെച്ച് അഭിലാഷുമായുള്ള അവളുടെ വിവാഹം. അതെ, മഹിയുടെ അവളുടെ ആഗ്രഹമായിരുന്നല്ലോ. അത് പറഞ്ഞു വരുമ്പോഴല്ലേ സംഭവിച്ചു. ആ അതറിയാം. മോൻ ചെല്ലേ, ഉം. അവളകത്തുണ്ട്. ആ രശ്മി, ആ സന്ദീപേട്ടനോ? എന്താ? നാളെയല്ലേ വിവാഹം? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്ന. അന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. അതൊന്നും സാരില്ല. ആ ചേരേണ്ടവരെ ചേരൂ. നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ആ ഇഷ്ടം കൊണ്ടാ വന്നത്. എന്താടാ ബി, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഡാ, നീ കരഞ്ഞോ? എന്തു പറ്റി? നമ്മളിപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം കാത്തിരുന്നത്? നമ്മളല്ല, നീ. നിനക്കല്ലേ സന്തോഷം? നീയല്ലേ ചെയ്തതും ചെയ്യിപ്പിച്ചതും. നിന്റെ പ്രതികാരം. അതിന് നീ എന്നെ കരുവാക്കി. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ഇല്ലാത്ത കഥയുണ്ടാക്കി. ഛേ, എടാ, നീ അതിനവളെ... അതെ, നിന്നെ പോലെ എനിക്ക് അവളുടെ പ്രതികാരമൊന്നുമില്ലല്ലോ. ഇല്ലായിരിക്കാം. പക്ഷേ എന്നെങ്കിലും ഇത് പുറത്തറിഞ്ഞാ അവള് നിന്നെ സ്വീകരിക്കോ? അതിന് ഞാനാണോ ജ്യൂസിൽ വിഷം കളിക്കിയത്? നീയല്ലേ? നിന്റെ ആവശ്യം കഴിഞ്ഞു. പിന്നെ എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടണമായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അവളെ വേണം. ഇന്നലെ അവളെ കണ്ടപ്പോൾ എല്ലാം തുറന്നു പറയാതിരുന്നത് നിന്നെ ഓർത്തിട്ടാ. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാനും കൂടിയാണ്. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും നിന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അവളെ... നീ പറഞ്ഞത് ശരിയാ. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. നീ പറ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അതുപോലെ ചെയ്യാം. എല്ലാം ഏറ്റുപറഞ്ഞ് ജയിലിൽ പോവാനാണ് നീ പറയുന്നതെങ്കിൽ ഞാൻ പോവാം. ഹലോ. ഹലോ, എന്താ രശ്മി? എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇപ്പോഴോ? നാളെ മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലേ രശ്മി? അതല്ല, കണ്ടേ പറ്റൂ. എവിടെ? നമ്മൾ ആദ്യമായി ഒരുമിച്ചിരുന്ന് അവിടേക്ക് വരാം. ഓക്കെ. എന്താടോ ഇവിടെ? ഇവിടെയല്ലേ നമ്മൾ ആദ്യമായിട്ട് ഒത്തിരി സമയം ചെലവഴിച്ചത്? തനിക്കെന്താടോ വല്ലാത്തൊരു ടെൻഷൻ? അച്ഛനില്ല എന്നുള്ളതുകൊണ്ടാണോ? അതെ. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ആരാണ്? അതൊരു ആക്സിഡന്റ് ആയിരുന്നല്ലോ രശ്മി. ആണോ? അപ്പൊ ഇതെന്താ? നീ ഇതൊന്ന് കണ്ടു നോക്ക്. എൻ്റെ സുഹൃത്ത് തന്നതാ. അവനന്ന് അബിയുടെ വീട്ടിൽ പുറത്ത് ജോലിക്കുണ്ടായിരുന്നു. അപ്പോൾ നീ എല്ലാം അറിഞ്ഞു അല്ലേ രശ്മി? നീ അറിഞ്ഞതൊന്നും സത്യമല്ല.
വേണ്ട, ഞാൻ- എനിക്കൊന്നും കേൾക്കണ്ട. എന്താടാ ബി, ഒന്നും ആരും കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ? ആ കഴിവേറി മോനെ, എല്ലാരെയും ഇല്ലാതാക്കിയിട്ട് മഹീന്ദ്രന്റെ കുടുംബത്തിൽ കയറി പൊറുക്കാമെന്ന് കരുതിയല്ലേ? ദാ, മോളെ, ആ തീർത്തേക്ക് ആ നായിന്റെ മോനെ. ലക്ഷ്മി വേണ്ട. പിന്നെ എൻ്റെ അച്ഛനെ കൊന്ന് നിന്റെ കൂടെ ഞാൻ ജീവിക്കണോ? കണക്കുകൾ തീർക്കാൻ ഇനി നിന്റെ പിറകെ ഒരാളും വരരുത്. ഞാൻ മഹീന്ദ്രന്റെ രക്തത്തിൽ പിറന്ന മകളാ. മോള് പൊയ്ക്കോ. ഈ കണക്ക് മഹീന്ദ്രനും പ്രതാപനും വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതേ മോളെ, ഇത്രയെങ്കിലും നിന്റെ അച്ഛനു വേണ്ടി ഞങ്ങൾ ചെയ്യണ്ടേ? ഇല്ല രശ്മി, അങ്ങനെ ഞാൻ പോകേണ്ടി വന്ന ഒരിക്കലും നിന്റെ മുന്നിൽ വരാൻ കഴിയാത്തിടത്തേക്ക്